ഗൈസ് ദിസ് ഈസ് ആഷ്ടൺ ഹാൾ. അതെ, ഒരു അമേരിക്കൻ ബോഡി ബിൽഡർ ഫിറ്റ്നസ് ട്രെയിനർ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ വൈറലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വിയർഡായിട്ടുള്ള ഡെയിലി മോർണിംഗ് റുട്ടീൻ, കൂടാതെ ഇയാളെ മറ്റേ റോഡിൽ കൂടെ ഉള്ള തൻ്റെ ഫിസിക്ക് കാണിച്ചുകൊണ്ടുള്ള നല്ല ഓട്ടം, അങ്ങനത്തെ വിയർഡായിട്ടുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇയാൾ വൈറലായി. പിന്നെ അതിൽ കൂടുതൽ വൈറലായത് ഐഷോ സ്പീഡിൻ്റെ കൂടെ ഓടി തോറ്റപ്പോഴാണ്. സോ അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ റീച്ച് പടക്കനെ കുറഞ്ഞു. അതുകൊണ്ട് കൂടെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ വന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ആളുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു അണ്ണൻ എന്നെ റിയാക്ട് ചെയ്തു. ഒരു നിങ്ങൾക്ക് എവനെ മനസ്സിലായി? അത് ഗൈസ് നമ്മുടെ ഐഷോ സ്പീഡിൻ്റെ കൂടെ പോയി ഓടി തോറ്റവനാണ്. ഇപ്പം ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ്, ഈ ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് റീച്ച് കുറയുമ്പോൾ നേരെ ഇന്ത്യയിലോട്ട് കെട്ടിയെടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇരുന്ന് താളം വിടുന്ന ഈ പുള്ളിക്കാരന് ആഷ്ടൺ ഹാൾ ആരാണ്? അയാൾക്ക് മാസം എത്ര വരുമാനം ഉണ്ട്? അയാളുടെ പണി എന്താണ്? അയാൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഈ വക കാര്യങ്ങളെ പറ്റിയൊന്നും യാതൊരു ഐഡിയയില്ല. ഫിറ്റ്നസ് ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന ആഷ്ടൺ ഹാൾ ഇന്ത്യയിൽ വന്നത് അയാൾക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ദാരിദ്ര്യം കൊണ്ടല്ല, അത്രയും ബുദ്ധിമുട്ട് ഉള്ള ഒരു ഫിറ്റ്നസ് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആൾ എന്നെ റിയാക്ട് ചെയ്തു. സോ ഗൈസ്, ഞാൻ പറഞ്ഞത് അപ്പോൾ റിയാക്ട് ചെയ്യുന്ന തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ ആ വീഡിയോയിൽ ആഷ്ടൺ ഹാൾ പണക്കാരനാണെന്നോ ആഷ്ടൺ ഹാൾ മറ്റേതാണോ മറിച്ചാണ് അയാളുടെ ബോഡിയെ പറ്റി, അയാളുടെ ഫിസിക്കിനെ പറ്റി, അയാളുടെ സാലറി, അയാളെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സ് ഇന്ത്യയിൽ വരുന്നത് റീച്ചിന് വേണ്ടിയാണ്, അല്ലാതെ ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ടോ ഇന്ത്യക്കാരോടുള്ള സ്നേഹം മുട്ടി നിൽക്കുന്നതുകൊണ്ടോ ഇന്ത്യയിലെ സംസ്കാരം ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ഒന്നുമല്ല. ഇനി ഗൈസ്, ഇയാൾ ഇന്ത്യയിൽ വന്നയുടെ കാര്യം ഞാൻ നേരെ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇയാൾ റീസെൻ്റ്ലി നമ്മുടെ ഐഷോ സ്പീഡുമായിട്ട് ഓടിത്തോറ്റായിരുന്നു. ആ സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ഫെയിമാണ് വന്നത്. സോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇയാളുടെ മോർണിംഗ് റുട്ടീൻ ഭയങ്കര വിയർഡായതുകൊണ്ടാണ്. വേറൊന്നുമല്ല, പഴത്തൊലി മുഖത്ത് തേക്കുക, രാവിലെ എണീറ്റിട്ട് ബൗളിൽ ഐസ് വെച്ചിട്ട് മുക്കുക, പിന്നെ എല്ലാ ദിവസവും രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടുക, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കാലിൽ സോക്സിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുക, ഇങ്ങനത്തെ വിയേഡ് ഒരുപാടെണ്ണം ഉണ്ട്. കൂടാതെ ഇയാളുടെ ഈ ഫിസിക്ക് കാണിച്ചുകൊണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ ഓടുന്ന പരിപാടിയുണ്ട്. സോ അത് കാണുന്ന സമയത്ത് അത് വലിയ രസമാണെങ്കിൽ പോലും അതൊരു ഫേക്ക് പരിപാടിയാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആഷ്ടൺ ഹാൾ എക്സ്പോസിങ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ ഒരുപാട് വീഡിയോ വരും. പല അമേരിക്കയിൽ ഉള്ള തന്നെ വലിയ വലിയ ഈ ഫിറ്റ്നസ് മേഖലയായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ ഇയാളുടെ ബോഡി ഉൾപ്പെടെ അത് ഫേക്കാണ്, അത് സ്റ്റിറോയിഡാണ്, അത് നാറ്റാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്ത് ഇയാളുടെ റീച്ച് നന്നായിട്ട് കുറഞ്ഞു. ഈ സമയത്താണ് ഈ പുള്ളിക്കാരന് പല ബ്രാൻഡ് പ്രൊമോഷൻസ് നഷ്ടപ്പെട്ടത്. പിന്നെ ഈ പുള്ളി പറയുന്നത് ഇയാൾ വലിയ പണക്കാരന് സംഭവമൊന്നുമല്ല. ഇയാളൊരു കോളേജ് ഫുട്ബോൾ ടീം, നമ്മുടെ മെസ്സി റൊണാൾഡോ കളിക്കുന്ന ഫുട്ബോളല്ല, മറ്റേ ഫുട്ബോൾ, അതിലൊരു പ്ലെയറൊക്കെ ആയിട്ട് അതിനുശേഷം ഈ ഫിറ്റ്നസ് മേഖലയിലോട്ട് കടന്നു വന്ന ഒരാളാണ്. സോ ഈ ഫിറ്റ്നസ് മേഖലയിലോട്ട് വന്ന് ഇയാൾ ക്ലിക്ക് ആവാത്തത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനത്തെ വിയേഡ് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് വൈറലായത്. സോ ഈ പുള്ളിക്കാരൻ്റെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ബ്രാൻഡ് പ്രൊമോഷൻസാണ്. എന്ന് വെച്ചാൽ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ സപ്ലിമെൻ്റൊക്കെ വിൽക്കുന്ന ഒരുപാട് ബ്രാൻഡ് ഇയാളെ സമീപിച്ച് അങ്ങനെയാണ് ഇയാളൊരു വലിയൊരു വരുമാന മാർഗ്ഗം. സോ ഈ നെഗറ്റീവ് റീച്ച് വന്ന് ഈ പുള്ളി അങ്ങ് തളരുന്ന സമയത്ത് ഇയാളുടെ ബ്രാൻഡ് പ്രൊമോഷനൊക്കെ സാധാരണയായിട്ട് പോകുമല്ലോ. അങ്ങനെയാണ് പുള്ളി തൻ്റെ റീച്ച് വീണ്ടും കൂട്ടാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഇയാൾ ഇന്ത്യയിൽ വന്ന ഉടനെ തന്നെ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട വലിയ വലിയ PR ടീമുകൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ, അല്ലെങ്കിൽ വൈറൽ ബാൻ അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ ചാനലുകൾ ഇയാൾ ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ ഇയാളുടെ വീഡിയോസ് എടുക്കുക. പിന്നെ ഒരുപാട് PR ടീമുകൾ ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളുടെ ഏതൊരു ഫാനിന് വേണ്ടി ഇന്ത്യയിൽ വന്നതെന്നൊന്നും പറയും. അയാൾ ഇന്ത്യയിൽ വന്ന റീച്ച് കൂടുന്ന ഒരു ഭാഗം മാത്രമാണ് ആ പരിപാടികളൊക്കെ. പിന്നെ പുള്ളിക്കാരൻ ഇന്ത്യയിലുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇന്ത്യയിൽ വന്ന. സാധാരണയായിട്ട് ഇന്ത്യയിൽ ഫോറിൻ ഇൻഫ്ലുവൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൊരു വലിയ കാര്യമായിട്ടാണ് സത്യത്തിൽ കാണുന്നത്. നമ്മൾ മലയാളികൾ ചിലപ്പം കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ നോർത്തിലോട്ടുള്ളവരൊക്കെ അതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്ത്യയിൽ വരുന്നത്. നിങ്ങൾ നോക്കുക, മിസ്റ്റർ ബീസ്റ്റ് തൊട്ട് എല്ലാവരും ഇന്ത്യയിലോട്ട് വരുന്നത് എന്താ? ഇന്ത്യൻ ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഈ ആഷ്ടൺ ഹാളിൻ്റെ ഇപ്പോഴത്തെ ഫോളോവേഴ്സൊക്കെ വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിക്ക് 18 മില്യൺ എന്തോ ഉണ്ട്. സോ അവിടുത്തെ ബ്രാൻഡുകൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ആര് ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ല അവർ നോക്കുന്നത്, അവരാ സംഖ്യയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കി ഒരു 20-25 മില്യൺ ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന് പോയ ബ്രാൻഡ് പ്രൊമോഷനൊക്കെ തിരിച്ചു വരും. അതാണ് ഇയാൾ ഇന്ത്യയിലോട്ട് വന്ന് റീച്ച് ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാന കാരണം. സോ ഇന്ത്യയിൽ വന്ന് കുറച്ച് റീച്ച് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ വ്യൂസ് കൂടും, ഇയാളുടെ ഫോളോവേഴ്സ് പടക്കനെ കൂടും. അപ്പോൾ ഇയാൾക്ക് നഷ്ടപ്പെട്ട ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ തിരിച്ചു വരും. പിന്നെ ഇന്ത്യയിൽ വന്ന് അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒന്നും ന്യായീകരിക്കാനൊന്നും ആരും നിൽക്കുന്നില്ല. പിന്നെ അണ്ണൻ വല്ല വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിന് മുമ്പ് ഈ അണ്ണൻ എൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടൈഗർ ഷോ ഓഫിൻ്റെ ഒരു വീഡിയോ. ഞാൻ ആകെ പറഞ്ഞ ആ മെസ്സി വന്ന ഇവൻറ്റിൽ ടൈഗർ ഷോ ഓഫ് ഒന്ന് പട്ടി ഷോയാണ് കാണിച്ചത്. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയും. ടൈഗർ ഷോ ഓഫിനെ അവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ
അവനെ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെ ഇല്ലായിരുന്നില്ല. പക്ഷെ അവൻ വന്നു, ഷോ ഓഫ് കാണിച്ചു. സോ ഞാൻ അത് പറഞ്ഞു. ഈ പുള്ളി വേറെ എന്തൊക്കെയാണ് പറയുന്നത്, ആ ശൈഖർ ഷോഫ് മസിലുണ്ടാക്കി നസൂയാണ്. ഗൈസ് ഇത് നാച്ചുറലാണ്. ഇതിൽ നാറ്റി ഇല്ല, സ്റ്റിറോയിഡ് ഒന്നുമില്ല. ഞാൻ സ്ലിമ്മാണ്, എനിക്കതിൽ പറയാനുള്ള ഒരു വിഷമമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ആരെയും അവരെ ബോഡി പറഞ്ഞ് കളിയാക്കാറില്ല, അവരുടെ കളർ പറഞ്ഞ് കളിയാക്കാറില്ല, അവർ തടിയാണെന്നോ മെലിഞ്ഞിരെന്നും പറഞ്ഞ് ഞാൻ കളിയാക്കാറില്ല. ഗൈസ് വി ജസ്റ്റ് ഡൂയിങ് നമ്മൾ സെലിബ്രിറ്റികളുടെ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ലുക്കും അവരുടെ ഡ്രസ്സിങ്ങും പിന്നെ അവരുടെ റൂമറുകൾ, അത് റൂമറാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഈ അണ്ണം പറയുന്ന കണക്ക് ഞാൻ അടിയിൽ നിന്ന് താളമൊന്നും വിടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ഇത് കണ്ട് ആസ്റ്റൺ ഹാൾ ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് കേരളത്തിൽ തന്നെ, അതിൽ കൂടുതലും അതെ ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ചെയ്യുന്നത്. ഗൈസ് ഞാൻ ആ വീഡിയോയിൽ ആസ്റ്റൺ ഷുട്ടു ഹാൾ അങ്ങനെ എന്തോ ഒരു ഡയലോഗേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അയാളെ തെറി വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ എനിക്ക് മനസ്സിലായില്ല എന്ത് ഹേറ്റ് സ്പ്രെഡ് ചെയ്യണം. ഹേറ്റൊന്നും അല്ല, ഇത് ഞാൻ പറഞ്ഞതൊരു റിയാലിറ്റിയാണ്, നിങ്ങളതൊന്നും മനസ്സിലാക്കുക. ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് 99% ദാറ്റ്സ് ഫേക്ക്. ഏകദേശം എല്ലാവരും ഫേക്കാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ലൈഫ് ആയിരിക്കില്ല അവർക്ക് ആർക്കും റിയലില്. സോ ഇതാണ് എനിക്ക് അണ്ണനെ പറയാനുള്ളത്. വേണമെങ്കിൽ അണ്ണനെ ഇതിനെ റിയാക്ട് ചെയ്യാം. റിയാക്ട് ബോയ്. റീച്ച് കിട്ടുന്നുണ്ടല്ലോ എന്നെക്കൊണ്ടെങ്കിലും.